കട്ടപ്പനയിൽ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ CPI മുൻ ഏരിയ സെക്രട്ടറി VR സജിക്കെതിരെയും ബാങ്ക് ജീവനക്കാർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന ഭാര്യ മേരിക്കുട്ടി. നിലവിലെ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ കുടുംബം ക്രൈംബ്രാഞ്ചിനെ സമീപിക്കും. സാബുവിനോടുള്ള പെരുമാറ്റത്തിൽ ജീവനക്കാർക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് MJ വർഗീസ് 24നോട്. CPIM കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറി VR സജിക്കെതിരെയും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന 3 പേർക്കെതിരെയും ആരോപണം കടുപ്പിക്കുകയാണ് സാബു തോമസിന്റെ കുടുംബം. 1.5 വർഷം സാബുവും താനും അനുഭവിക്കേണ്ടി വന്ന യാതനകൾ പോലീസിനോട് പറഞ്ഞുവെന്ന് മേരിക്കുട്ടി. ആരോപണ വിധേയരായ ജീവനക്കാർക്കെതിരെ ബാങ്ക് ഭരണസമിതി അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. ആത്മഹത്യാ പ്രേരണ കുറ്റം അതിനകത്ത് എഴുതിയേക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് അന്ന് നടന്നത്. അന്നത്തെയാണ് ഏറ്റവും വലിയ സ്ട്രോക്കായത്. പിന്നെ VR സജിയുടെ ഭീഷണി ഭയങ്കരമായിട്ട്. ഇപ്പൊ അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, അതാണ് ഞങ്ങളുടെ ആവശ്യം. പൈസ കിട്ടണം, നീതി ലഭിക്കണം, കുറ്റക്കാരെ ശിക്ഷിക്കണം. ജീവനക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ആവർത്തിക്കുകയാണ് ബാങ്ക് പ്രസിഡന്റ് MJ വർഗീസ്. ആരോപണ വിധേയരാണെങ്കിലും ജീവനക്കാർക്കെതിരെ ഉടനെ നടപടി ഉണ്ടാവില്ല. സജീമ ഒറ്റ കാലം വെച്ചിട്ടുള്ളൂ. സജീവ സഹോദരാണ് തട്ടിക്കിടക്ക് ചുമ്മാ പറയേ. ആരും കുഴപ്പക്കാരല്ല, സാറിന്റെ സാബുവും കുഴപ്പക്കാരല്ല. മേരിക്കൊച്ചെന്ന് പറയുന്നത് അവരുടെ കടയൊക്കെ ഞാൻ ഉദ്ഘാടനം ചെയ്തത്. ഇപ്പൊ ഇതാണ് എന്തോ മിസ്സിംഗ് വന്നു. സമയം കണക്കൂട്ടിയാണ്, ഞാൻ കണക്കൂട്ടിയുള്ളൂ. വൈകിയാണെങ്കിലും സാബുവിന്റെ വീട്ടിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിൻ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞു. മന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. PV അൻവർ MLA സാബുവിന്റെ വീട് സന്ദർശിച്ചു. ഫോറൻസിക് പരിശോധനയ്ക്കായി സാബുവിന്റെ ഫോൺ കുടുംബം പോലീസിന് കൈമാറി. 24 ഇടുക്കി.